ഒരു കാലത്ത് പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്നതും വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നതുമൊക്കെ പരിഹാസത്തോടെ പറഞ്ഞിരുന്നവരാണ് CPM-കാർ. പ്രത്യേകിച്ച് കേരളത്തിലെ CPM-കാർക്ക് വലിയ രീതിയിലുള്ള പരിഹാസം ആ വിഷയത്തിലുണ്ടായിരുന്നു. പിന്നീട് പിണറായി വിജയൻ നിരന്തരം അങ്ങ് വിദേശയാത്രയ്ക്ക് ഒരുങ്ങി പുറപ്പെട്ടു. മോദി ഉപയോഗിക്കുന്നത് പോലെ തന്നെ കോട്ടുമിട്ട് ഊരു ചുറ്റും വാലിബനായി പിണറായി വിജയൻ മാറുകയും ചെയ്തു. പക്ഷെ പിണറായി വിജയൻ എന്തിനാണ് ഇത്രയധികം യാത്ര വിദേശങ്ങളിലേക്ക് പോയത് എന്നത് പലപ്പോഴും ദുരൂഹത ഉണർത്തുന്ന കാര്യം തന്നെയാണ്. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി മറ്റൊരു വിദേശ രാജ്യത്തേക്ക് പോകുന്നത് നയതന്ത്ര ബന്ധം ഉൾപ്പെടെ ആ വിഷയങ്ങളിൽ ഉൾപ്പെടെ ബന്ധം കാത്തു സൂക്ഷിക്കാൻ തന്നെയാണ്. എന്നാൽ അതൊന്നുമല്ലാത്ത കേരളത്തിന്റെ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അടിക്കടി വിദേശയാത്ര നടത്തുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശയാത്ര നടത്തിയത് 26 തവണയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും AG വളരെ കർശനമായി ചോദിച്ചപ്പോഴാണ് ഇതിന് ഉത്തരം പോലും കേരളത്തിലെ സർക്കാർ നൽകുന്നത്. വിദേശ ചെലവ് എത്ര, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രാ ചെലവിന്റെ കണക്കുകളിൽ വ്യക്തത വരുത്തണം എന്ന ആവശ്യങ്ങൾ അക്കൗണ്ടന്റ് ജനറൽ ഉന്നയിച്ചു. വിദേശയാത്രാ ചെലവുകൾ പല ശീർഷകങ്ങളിൽ കാണിച്ചതോടെയാണ് AG ചോദ്യവുമായി രംഗത്തെത്തിയത്. ഇതോടെ ധനവകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ ഫൈനൽ റീ അപ്രോപ്രിയേഷൻ ഉത്തരവിൽ ഓരോ ശീർഷകങ്ങളിലും വിദേശയാത്രയ്ക്ക് എത്രയായി എന്ന് കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. AGയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രാ ചെലവുകൾ ക്രോഡീകരിച്ച് സൂക്ഷിക്കാൻ 4 അംഗ കമ്മിറ്റിയെ നിയോഗിച്ച് ഉത്തരവിറക്കേണ്ടിയും വന്നു. പൊതുഭരണ സെക്രട്ടറി, കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ, സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ, കേരള ഹൌസ് ലൈസൺ ഓഫീസർ എന്നിവരാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഓരോ 6 മാസവും കമ്മിറ്റി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകണം. നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി തന്റെ വിദേശയാത്രാ ചെലവുകൾക്ക് ഉത്തരം തരാത്ത സാഹചര്യമാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര നടത്തിയത് 26 തവണയാണ്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ്സ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, നോർവേ, ക്യൂബ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി അടിക്കടി പറഞ്ഞത്. ഇതിൽ അമേരിക്കയിലേക്ക് മാത്രം 5 തവണ പിണറായി പറഞ്ഞു. 87 ദിവസമാണ് പിണറായി അമേരിക്കയിൽ തങ്ങിയത്. അമേരിക്കയിലെ മയോ ക്ലിനിക്കിലായിരുന്നു പിണറായി ചികിത്സ നേടിയത്. 8 തവണയാണ് UAE-യിലേക്ക് പിണറായി പറഞ്ഞത്. വിദേശയാത്രയിൽ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും മുഖ്യമന്ത്രിയെ അനുഗമിക്കുകയും ചെയ്തിരുന്നു. അമേരിക്ക, സിംഗപ്പൂർ, ക്യൂബ, ഇന്തോനേഷ്യ, UAE എന്നിവിടങ്ങളിലും ഭാര്യ കമലയും മുഖ്യമന്ത്രി അനുഗമിച്ചിരുന്നു. പിണറായിയുടെ മിക്ക വിദേശയാത്രയിലും ഭാര്യ കമലയെ കൂടാതെ മകൾ വീണ വിജയനും കൊച്ചുമകൻ ഇഷാനും അനുഗമിച്ചിട്ടുണ്ട്. കൊച്ചുമകൻ ഇഷാൻ 2024 മെയ് 6 മുതൽ 21 വരെ നടത്തിയ ഇന്തോനേഷ്യൻ, സിംഗപ്പൂർ, UAE യാത്രയിൽ മുഖ്യമന്ത്രിയെ അനുഗമിച്ചിരുന്നു. ഈ യാത്രയ്ക്ക് എത്ര ചിലവായെന്ന് ഒരു വ്യക്തതയുമില്ല. കമ്മിറ്റി രൂപീകരിച്ചതോടെ വിദേശയാത്രാ ചെലവുകൾ മറച്ചുവെക്കാൻ ഇനി സാധിക്കുകയുമില്ല.